Hey friends, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ലാസ്റ്റ് 5 years ആയിട്ടുണ്ടായിരുന്ന ഒരാഗ്രഹം ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും പല കാരണങ്ങളും കൊണ്ടും എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയ ഒരു സ്വപ്നം ഇന്ന് ഞാൻ അൽഹംദുലില്ലാ ഇന്ന് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. മറ്റൊന്നല്ല, ഒരു ആപ്പിൾ വാച്ച് മേടിക്കുക എന്നുള്ളത് ഒരുപാട് കാലത്ത്, അതായത് സീരീസ് 2 ഇറങ്ങിയത് മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന സംഭവമായിരുന്നു. സോ ഇന്ന് ഫൈനലി ആപ്പിൾ വാച്ച് സീരീസ് 6 എനിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആപ്പിൾ ഫാൻ ബോയ്സിനെ കളിയാക്കാറുണ്ടെങ്കിലും ഐഫോൺ, എൻ്റെ ആപ്പിളിൻ്റെ മറ്റു ഡിവൈസ് ഞാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് എല്ലാം ആപ്പിൾ തന്നെയാണ്. കാരണം ബിക്കോസ് ആ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയതുകൊണ്ട് പ്രിഫറബിളി ഞാനെപ്പോഴും ആപ്പിൾ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാതെ. എയർപോഡ് ഉണ്ട്, ഐപാഡ്, മാക്ബുക്ക് പ്രോ, ഐഫോൺ. അപ്പോൾ ആപ്പിൾ സീരീസിൻ്റെ മറ്റുള്ള 4 പ്രോഡക്റ്റ് എൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പ്രോഡക്റ്റ് പോലും ഞാൻ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമെന്നും അതും വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ സാധാരണ എവിടെ പോയാലും ഈ ടെക്നോളജി റിലേറ്റഡ് സംഭവങ്ങൾ കണ്ടാലും ഇലക്ട്രോണിക് സാധനങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഞാൻ പോകുള്ളൂ. ചെറുപ്പം മുതൽ എനിക്ക് ഇലക്ട്രോണിക് സാധനങ്ങളോട്, ഇലക്ട്രോണിക്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു, ഒരു പാഷനായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ കരിയറിലെല്ലാം ഒരു ടെക്നോളജിയിലേക്ക് പോകാനുള്ള റീസൺ ചെറുപ്പം മുതൽ എൻ്റെ ഉള്ളിലുള്ള ടെക്നോളജിയോട് ഉണ്ടായിരുന്നൊരു പാഷൻ തന്നെയാണ്. അപ്പം ഇന്ന് 2 ആഗ്രഹമാണ് സാധിച്ചത്. ഒന്ന് ആപ്പിൾ വാച്ച് സ്വന്തമാക്കുക, ആപ്പിൾ സ്റ്റോറിൽ ആ യൂസർ എക്സ്പീരിയൻസ് സ്വന്തമാക്കുക. സോ ഫൈനലി ആപ്പിൾ വാച്ച് സീരീസ് 6 ഉണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ. സോ ഇന്നത്തെ ഈ വീഡിയോ ദുബായ് മള്ള ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും പ്ലസ് പ്രൊഡക്റ്റ് അൺബോക്സിങ്ങുമാണ്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ആപ്പിൾ സ്റ്റോറിൽ. വളരെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ്. സോ ലെറ്റ് us jump. ഫസ്റ്റ് നമുക്ക് ദുബായ് മാളിൽ ആപ്പിൾ സ്റ്റോറിലേക്ക് പോകുന്ന ആ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ ഉള്ളത് കൊണ്ടും സോളോ ഡ്രൈവ് ചെയ്ത് പോകുന്നതിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആപ്പിൾ സ്റ്റോറിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, വളരെ കൺട്രോൾഡ് ആയിരുന്നു. 1 person ടൈം മാത്രം ഉള്ളിലേക്ക് അവർ എൻ്റർ ചെയ്യാൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതും സ്പെസിഫിക് ഫിക്സഡ് ടൈമിൽ മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് ഫസ്റ്റ്. Okay, so you take it off and see the blue one. Okay. So you need to put it on the center of your wrist where you put usually your watch. Okay. Now, this one, remove it. Remove the blue. Okay.
Now place it on your wrist where you usually put your watch. No, the other side. Yes. Okay. Now roll it. Okay. And now let's see the size. This is the size that you need. So as we see, it's showing that your size is 9. So let's try the 9. The business team will send you just email. Would you like to say something for us? Hey, what's up? That's it. Good luck, man. Good luck with our channel. Thank you. പിന്നെ സ്പേസ് ഗ്രേ ചെയ്യാൻ എനിക്ക് നോർമലി ഒരു ഡാർക്ക് കളറിനോടാണ് താല്പര്യം കൂടുതൽ. പിന്നെ ആപ്പിൾ സീരീസ് 1 സീരീസ് 2 മുതൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്ന ആ ഒരു ബ്ലാക്ക് സീരീസും എനിക്ക് എപ്പോഴും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതും ബ്ലാക്കാണ്. സോ നമുക്ക് അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ആപ്പിൾ വാച്ച് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഈ 2 സൈഡിലും ഫ്ലാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ വാച്ച് സീരീസ് 6. ഓക്കെ, ഇത് സൈഡിൽ വെക്കുന്നു. സോ ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോളോ ലൂപ്പാണ്. ഞാൻ ആപ്പിൾ സ്റ്റോറിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് നൈക്കിയുടെ ബാൻഡ് വേണ്ട എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവരെനിക്ക് ഇഷ്ടമുള്ള ബാൻഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നു. അത് ഓൾറെഡി നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് 6ൻ്റെ ബോക്സ്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് പതുക്കെ അൺബോക്സ് ചെയ്യാം. സോ നമുക്ക് ആദ്യം നമ്മുടെ ആപ്പിൾ വാച്ച് അൺലോക്ക് ചെയ്യാം. ഈ 2 സ്റ്റിക്കർ അങ്ങ് പൊളിച്ചെടുക്കാം. ഫൈനലി ഇത് യൂസർ മാനുവലാണ്. ഇംഗ്ലീഷിലുണ്ട്, അറബിക്കുണ്ട്. ഓക്കെ, യൂസർ മാനുവൽ ഇവിടെ സൈഡിൽ നിൽക്കട്ടെ. ബോക്സും ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. സോ ഇത് ആപ്പിൾ വാച്ചിൻ്റെ ചാർജർ അഡാപ്റ്റർ അല്ല. ആപ്പിൾ വാച്ച് പുതിയ സീരീസിൽ വാച്ചിൻ്റെ കൂടെ അതുപോലെ ഐഫോണിൻ്റെ കൂടെ. ആൻഡ് ഫൈനലി നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 6 44mm. ഇനി നമുക്ക് ലൂപ്പ് ബാൻഡ് ഓപ്പൺ ചെയ്യാം. ഇതിന് ഞാൻ സൈസ് നോക്കിയിട്ട് എനിക്ക് സൈസ് 9 ആണ് വന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഞാൻ ഓൾറെഡി നേരത്തെ നമ്മളുടെ ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലും ഇതാണ് നമ്മളെ ലൂപ്പ് ബാൻഡ്. ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അതിൻ്റെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൂപ്പ് ബാൻഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് വാച്ച് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വാച്ച് ഓണായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ആ ലൂപ്പ് ബാൻഡ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. സീരീസ് 6ന് നമുക്ക് സ്പെഷ്യൽ സെൻസറുണ്ട്, ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിങ്ങിനും അതേപോലെ ECG റീഡിങ്ങിനും വേണ്ടിയിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നെക്സ്റ്റ് റിവ്യൂ വീഡിയോയിൽ പറയാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ടെക്നിക്കൽ വശങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഫൈനലി നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 6 റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പെയർ ചെയ്യണമെങ്കിൽ ഐഫോണിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ഓൾറെഡി ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫോണിൽ തന്നെ ആയതുകൊണ്ട് ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് സെറ്റപ്പ് കഴിഞ്ഞ് ചെക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിലുള്ള റിവ്യൂ ഞാനൊരു കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട്, കാരണം ഫസ്റ്റ് ടൈം യൂസറാണ്. ആപ്പിൾ വാച്ചിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ ആക്ച്വലി ഇത് റിവ്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ഈ കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീച്ചേഴ്സും ഫങ്ഷണാലിറ്റീസും ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതിന് അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.